നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൂലക്കുരുവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൈൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്ക് പൈൽസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഇവ കൂടുതലായിട്ട് വരുന്നത്, ഇതിന് പകരമായിട്ട് എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു പൈൽസ് മാറാൻ വേണ്ടി ബ്ലീഡിങ് പൈൽസ് ആണെങ്കിലും അല്ലാത്ത പൈൽസ് ആണെന്നുണ്ടെങ്കിലും ഇത് രണ്ടാമത് വരാതിരിക്കാൻ നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒറ്റമൂലികൾ, പ്രധാനമായിട്ടും 3 ഒറ്റമൂലികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പൈൽസ് അല്ലെങ്കിൽ അർഷസ് എന്ന് പറയുന്നത് പലർക്കും ഇത് പുറമേ പറയാൻ വേണ്ടിയിട്ട് വളരെയേറെ നാണക്കേട് ഉണ്ടാകുന്നൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ പരസ്പരം നമ്മുടെ അടുത്തുള്ളവരുമായിട്ടും ഒക്കെ തന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയേറെ മടിയുള്ള ഒരു പ്രധാന രോഗം തന്നെയാണ്. എന്നാൽ ഇത് തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയേറെ എളുപ്പമാണ്. അതുപോലെ ഓരോ ഘട്ടങ്ങൾ കഴിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ റിസ്കുകളും കൂടുതലായിട്ട് വരികയും ചില സമയങ്ങളിൽ ഇതിൽ ചില സർജറീസ് വരെ നമുക്ക് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കാണിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളിലൂടെ ഈ ഒരു പൈൽസ് രോഗം വരാതിരിക്കാൻ വേണ്ടും ഇനി ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് രണ്ടാമത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളേറെ സഹായകരമാകുന്നതാണ്. മൂലക്കുരു എന്താണെന്നുള്ളത് വളരെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. മലദ്വാരത്തിന് ചുറ്റുമുണ്ടാവുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുകളാണ് ഈ ഒരു മൂലക്കുരുവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൈൽസ് ആയിട്ട് വരുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർവീക്കം എന്ന് പറയുന്നത് ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ, മലദ്വാരത്തിൻ്റെ ഉള്ളിലേക്കാണെന്നുണ്ടെങ്കിൽ അത് ഇന്റേണൽ പൈൽസ് ആയിട്ടും പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ പൈൽസ് ആയിട്ടും വരാറുണ്ട്. പലപ്പോഴും ചില സമയങ്ങളിൽ എക്സ്റ്റേണൽ പൈൽസുകളിൽ രക്തസ്രാവം വരെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇത് വരാനുള്ള പ്രധാന ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മലബന്ധമാണ്. അമിതമായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ ഇൻഫ്ലമേഷൻസ് വരാൻ വേണ്ടിയിട്ടും ഇതോടുകൂടിയിട്ട് പൈൽസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അമിതമായിട്ട് എരിവ് പുളി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുക, വെള്ളം കുറവായിട്ട് കുടിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരിക എന്നുള്ളത്. മൂന്നാമതായിട്ട് വരുന്നത് ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരിൽ, പ്രധാനമായിട്ടും ഡ്രൈവേഴ്സിനാണ് ഈ ഒരു പ്രശ്നങ്ങൾ അമിതമായിട്ട് വരുന്നത്. നാലാമതായിട്ട് വരുന്നത് അമിതമായിട്ടുണ്ടാവുന്ന മദ്യപാനം, പുകവലി ഇവ മൂലവും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പൈൽസ് ഉണ്ടാകുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ചില സിംറ്റംസുകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് വരുന്നത് ചൊറിച്ചിൽ അമിതമായിട്ട് വരിക, രണ്ടാമതായിട്ട് വരുന്നത് അസ്വസ്ഥതകൾ വരിക, വേദനകൾ വരിക, അതിനോടൊപ്പം തന്നെ നമുക്ക് പുകച്ചിലിൻ്റെ പ്രശ്നങ്ങൾ വരിക, രക്തസ്രാവം വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ട് ചൂട്, എരിവ്, മസാലാസ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കാപ്പി, അതുപോലെ ചായ മുതലായിട്ടുള്ളവയും മദ്യപാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുവാൻ കാരണമാവുന്നവയാണ്. ചില പച്ചക്കറികൾ കഴിക്കുന്നതും ഇതുപോലെ നമുക്ക് പൈൽസ് രോഗം കൂട്ടാൻ കാരണമാവുന്നതാണ്. വെണ്ടയ്ക്ക കഴിക്കുന്നത്, വഴുതന കഴിക്കുന്നത്, ചേന, ചേമ്പ്, കാച്ചില് മുതലായിട്ടുള്ള മണ്ണിനടിയിൽ ഉണ്ടാവുന്ന ചില ഭക്ഷണങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഗ്യാസ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഇത് നമ്മുടെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവ നല്ലതാണെങ്കിൽ പോലും ഈ ഒരു രോഗത്തിന് അല്ലെങ്കിൽ പൈൽസ് രോഗത്തിന് ഇത് വളരെ മോശകരമായിട്ടാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ ഇവയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കുടലുകളിൽ സ്റ്റക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുമൂലം തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അമിതമായിട്ട് അല്ലെങ്കിൽ മലബന്ധത്തിന്റെ പ്രശ്നം കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടും, മലബന്ധം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൈൽസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജ് തന്നെയാണ്. ഈ കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് മോരും വെള്ളമാണ്. ആയുർവേദത്തിൽ മോരും വെള്ളത്തിന് ഈ ഒരു പൈൽസ് രോഗത്തിന് മാത്രമായിട്ട് നമ്മൾ പല മെഡിസിൻസും ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ കൊടുക്കാറുള്ളതാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. കഴിക്കുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ ഉടനെയോ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞ ഉടനെയോ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ 4 മണിക്ക് മുൻപേ ആയിട്ട്, വൈകിട്ട് 4 മണിക്ക് മുൻപേ ആയിട്ടെങ്കിലും കുടിക്കേണ്ടതാണ്. അതിനുശേഷം മോരും വെള്ളം കുടിക്കാൻ പാടില്ല. മൂലക്കുരുവിന്റെ പ്രശ്നങ്ങളുള്ളവർ ദിവസത്തിൽ ആപ്പിൾ കഴിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഇതുപോലെ തന്നെ ചില പച്ചക്കറികൾ ഏറെ ഗുണകരമാകുന്നതാണ്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ക്യാബേജ് ആണ്. ക്യാബേജ് ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ പെടുന്നതാണ്. മത്തൻ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കോവയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. റാഡിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിൾ കിട്ടുന്നതാണ്, വളരെയേറെ ഗുണമുള്ളതാണ്. അത് പച്ചയ്ക്ക് നമ്മൾ സാലഡിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. എന്നാൽ അത് സീസണലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ളതല്ല. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസുകളൊക്കെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒറ്റമൂലികളാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് നോക്കാം.
നമുക്ക് 3 പ്രധാന ഒറ്റമൂലികളാണ് പറയുന്നത്. നമ്മുടെ വീട് പരിസരങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഒറ്റമൂലി എന്ന് പറയുന്നത് ആനച്ചുവടി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് ആനച്ചുവടി എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ നമുക്ക് എല്ലായിടത്തും നമുക്ക് ഉണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ്. പ്രത്യേകിച്ച് കുറച്ച് തണുത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അതുപോലെ പുഴയുടെ സൈഡുകളിൽ, ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ തന്നെ ഇത് വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ആനയുടെ കാലുമായിട്ട് സാമ്യമുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആന ചവിട്ടിയതുപോലെ പതിഞ്ഞതുപോലെയാണ് ഇത് ഉണ്ടാവുന്നത്. നിലത്തിനോട് പതിഞ്ഞിട്ടുള്ള രീതിയിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ വേരുമാണ് ഇതിൻ്റെ ഔഷധ മൂല്യമേറിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ട്, ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ബ്ലീഡിങ് പൈൽസിന് അല്ലെങ്കിൽ രക്തസ്രാവം കൊണ്ടുണ്ടാകുന്ന അർശസ്സുകൾ മാറാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതിനകത്ത് നിന്നും ഒരു 2-3 ഇല എടുക്കുക. ഒരു ആനച്ചുവടിയുടെ നമുക്ക് വേരും കൂടി എടുക്കാവുന്നതാണ്. നന്നായി കഴുകി വൃത്തിയാക്കി ചതച്ചിട്ട് ഇത് ഒരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് 1 ഗ്ലാസ് ആക്കി വറ്റിക്കുക. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കഴിയുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തിളപ്പിച്ചിട്ട് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ജ്യൂസ് ആക്കിയിട്ടുള്ള രീതിയിലും കുടിക്കാൻ പറ്റുന്നതാണ്. ഇതിനും ഇതേ പ്രോസസ്സ് തന്നെയാണ് എടുക്കുന്നത്. ഇലയും അതുപോലെ വേരും ചെറുതായിട്ട് മുറിച്ചും 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുത്ത് രാവിലെ വെറും വയറ്റിൽ ഇത് അരിച്ചെടുത്തിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊരു നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൈൽസിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രക്തസ്രാവത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം മാത്രമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ഒരു ഔഷധം എന്ന് പറയുന്നത് ചെറുകടലാടിയാണ്. വളരെ കോമൺ ആയിട്ട് വീട് പരിസരങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നാൽ ഇത് പൈൽസ് രോഗത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പൈൽസിൻ്റെ പ്രശ്നങ്ങൾ, നമുക്ക് രക്തസ്രാവം മാത്രമല്ല പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ മുഴ പോലെയുള്ള മൂലക്കുരുവിൻ്റെ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ, വേദനയോട് കൂടിയിട്ടുള്ള മൂലക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ചെടി നമ്മൾ എടുക്കുക. ഈ ഒരു ഇലയും തണ്ടും അതുപോലെ വേരും കൂടിയിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഈ ഒരു ചെറുകടലാടിയുടെ എടുക്കുക. എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം അരകല്ലിലിട്ടിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ടോ നന്നായിട്ടൊന്ന് അധികം വെള്ളം ചേർക്കാതെ വേണം ചെയ്യാൻ വേണ്ടി. ഇത് രാവിലെയാണ് ചെയ്യേണ്ടത്. രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് തിളപ്പിക്കാത്ത അല്ലെങ്കിൽ പച്ച പശുവിൻ്റെ പാലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2 ടീസ്പൂൺ അളവായിട്ടുള്ള പശുവിൻ്റെ പാല് ഇതിനകത്തേക്ക് ഒഴിക്കുക. ഈ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉണ്ടാവുന്ന പേസ്റ്റിലേക്ക് ഈ ഒരു പാലും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ്. ഇത് കുടിച്ചതിന് ശേഷം വേറെ യാതൊന്നും, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ പുറമേ കുടിക്കാവുന്നതാണ്. അതിനുശേഷം 1 മണിക്കൂർ സമയത്തേക്ക് യാതൊന്നും കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇതുപോലെ ഇത് ചെയ്യുകയും അതുപോലെ ഈ ഒരു അരച്ചെടുക്കുന്നതിനകത്ത് നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മൂലക്കുരുവിലേക്ക് ഇത് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഇല്ലാതാവുന്നതും അത് മാറിക്കിട്ടുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്ത് പ്രയോജനം ലഭിച്ചിട്ടുള്ളതാണ്. ഈ മൂന്നാമതായിട്ട് വരുന്നത് തൊട്ടാവാടിയാണ്. അപ്പോൾ തൊട്ടാവാടി കൊണ്ടുള്ള പ്രയോഗമാണ്. ഇതും വളരെ കോമൺ ആയിട്ട് അറിയുന്നത് തന്നെയാണ്. എങ്കിലും ഇതും പൈൽസ് രോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇതുകൊണ്ടുണ്ടാവുന്ന ചൊറിച്ചിലുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഉപകാരപ്രദമാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് സമൂലമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള നമ്മളൊരു തൊട്ടാവാടി എടുക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് എടുക്കാം. ഈ പേസ്റ്റ് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പച്ച പശുവിൻ പാല് തന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവായിട്ടുള്ള എടുത്തിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ ഗുണകരമായിട്ടുള്ളത്. ഇതും വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വീട് പരിസരത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഏതാണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്യേണ്ടത് 3 തൊട്ട്
7 ദിവസം വരെ മാത്രമാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. അതുപോലെ നിങ്ങൾക്കത് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റം ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു പൈൽസിന്റെ പ്രശ്നങ്ങൾ, വേദന അതുപോലെ തന്നെ നിൽക്കുകയാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. ഇത് നാണക്കേട് വിചാരിക്കേണ്ട ഒരു രോഗമേ അല്ല, വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും ഉണ്ടാവുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കുകയും അതുപോലെ ഇതുപോലെയുള്ള ചില ഹോം റെമഡീസുകളും കൂടിയിട്ട് നമ്മൾ ഇതിനോടൊപ്പം ചെയ്യുന്നതിലൂടെ ഈ ഒരു പൈൽസ് രോഗം നമുക്ക് ഇനി വരാതിരിക്കാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാവുന്നതാണ്. അതിനോടൊപ്പം നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യകരമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.